നിങ്ങളൊരു ഐഫോൺ ഉപഭോക്താവാണോ? നിങ്ങൾക്ക് ഫോണിൽ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണോ? എങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വർണ്ണക്കട്ടി സമ്മാനമായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞു തരാം. ഇത്തവണത്തെ ഐഫോൺ ഫോട്ടോഗ്രാഫി അവാർഡുകൾക്കായുള്ള സമയം ആയിരിക്കുകയാണ്. മികച്ച ഐഫോണിൽ പകർത്തിയ മികച്ച ചിത്രങ്ങൾക്ക് ആകർഷകമായ സമ്മാനമാണ് ഇതിലൂടെ ലഭിക്കുക. എല്ലാ വർഷവും ഇത്തരത്തിൽ ഐഫോൺ ഫോട്ടോഗ്രാഫി അവാർഡുകൾ ഏർപ്പെടുത്താറുണ്ട്. വിജയിക്കുന്നവർക്ക് ഒരു ഗോൾഡ് ബാറാണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. മറ്റ് ആകർഷകമായ സമ്മാനങ്ങളും മികച്ച ഫോട്ടോകൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ആപ്പിൾ അല്ല ഈ അവാർഡ് നിശ്ചയിക്കുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ലോകമെമ്പാടുമുള്ള ഐഫോൺ അല്ല എങ്കിൽ ഐപാഡ് ഉപഭോക്താക്കൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാമെന്നതും ഈ അവാർഡിന്റെ പ്രത്യേകതയാണ്. ഉപഭോക്താക്കൾ മത്സരത്തിന് അയക്കുന്ന ഫോട്ടോകൾ മുമ്പ് എവിടെയും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നതാണ് ഈ മത്സരത്തിന്റെ നിബന്ധന. എന്നാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളാണ് എങ്കിൽ കുഴപ്പമില്ല എന്നും ഈ മത്സരം സംഘടിപ്പിക്കുന്നവർ പറയുന്നു. ഫോട്ടോഷോപ്പ് പോലുള്ള എഡിറ്റിംഗുകളും മത്സരത്തിന് അയക്കുന്ന ചിത്രങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. iOS ആപ്പുകൾ ഉപയോഗിച്ച് മാത്രമാണ് ഫോട്ടോകൾ എഡിറ്റ് ചെയ്യാൻ അനുവാദമുള്ളത്. ഫോട്ടോ എടുക്കാനായി ഉപഭോക്താക്കൾക്ക് ഐഫോൺ ആഡ് ഓൺ ലെൻസുകളും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സിറ്റി ലൈഫ്, ലാൻഡ്സ്കേപ്പ്, ലൈഫ് സ്റ്റൈൽ, നേച്ചർ, പോർട്രേറ്റ്, നിശ്ചല ജീവിതം, യാത്ര തുടങ്ങിയ 18 വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുന്നത്. ഓരോ വിഭാഗത്തിലും ഒന്നാമതെത്തുന്നവർക്ക് ഓരോ ഗോൾഡ് ബാറുകളാണ് സമ്മാനമായി ലഭിക്കുക. രണ്ടാമതെത്തുന്ന വ്യക്തിക്ക് ലഭിക്കുക ഒരു പ്ലാറ്റിനം ബാറും ആയിരിക്കും. കൂടാതെ ഐപാഡ് എയർ, ആപ്പിൾ വാച്ചുകൾ എന്നിവയും മറ്റു വിജയികൾക്ക് സമ്മാനമായി ലഭിക്കുന്നതാണ്. അതേസമയം നിങ്ങൾ അയക്കുന്ന ഓരോ ചിത്രത്തിനും നിശ്ചിത ഫീസ് നൽകേണ്ടതാണ്. ഒരു ചിത്രത്തിന് $5.5 ആണ് ഫീസായി നൽകേണ്ടത്. അതായത് ഏകദേശം 470 രൂപ. ഒരാൾക്ക് 50 ചിത്രങ്ങൾ വരെ അയക്കാൻ സാധിക്കുന്നതാണ്. ഇതിനാകെ വരുന്ന ഫീസ് $135.5 ആണ്. മത്സരത്തിനായി ചിത്രങ്ങൾ അയക്കാൻ ഉപഭോക്താക്കൾക്ക് 2024 മാർച്ച് 31 വരെ സമയമുണ്ട് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 2019 ഐഫോൺ ഫോട്ടോഗ്രാഫി അവാർഡുകളിൽ വിജയികളായത് 2 ഇന്ത്യക്കാരായിരുന്നു. മഹാരാഷ്ട്ര സ്വദേശിനിയായ ഡിംബി ബലോട്ടിയ, കർണാടക സ്വദേശി ശ്രീകുമാർ കൃഷ്ണൻ എന്നിവരായിരുന്നു വിജയികൾ. സീരീസ് എന്ന വിഭാഗത്തിൽ DMBക്ക് 2ാം സ്ഥാനവും സൺസെറ്റ് എന്ന വിഭാഗത്തിൽ ശ്രീകുമാറിന് 1ാം സ്ഥാനവുമാണ് ലഭിച്ചത്. ഡിംബി ഐഫോൺ Xലാണ് പടം എടുത്തത് എങ്കിൽ ശ്രീകുമാർ കൃഷ്ണൻ ചിത്രം പകർത്തിയത് ഐഫോൺ 6s. എന്നാൽ നിലവിൽ ഈ ഫോണുകളെക്കാളും മികച്ച ക്യാമറ ക്ലാരിറ്റിയും ലെൻസുമുള്ള ഐഫോണുകൾ വിപണിയിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരം കനക്കുമെന്നാണ് ഐഫോൺ പ്രേമികൾ പ്രതീക്ഷിക്കുന്നത്. മത്സരിക്കാനും നിരവധി പേരുണ്ടാകുമെന്നതാണ് പ്രതീക്ഷ. 2007 ഐഫോൺ ഫോട്ടോഗ്രാഫി അവാർഡ് തുടങ്ങിയത്. പിന്നീട് ഓരോ വർഷവും ഈ അവാർഡ് സംഘടിപ്പിക്കാറുണ്ട്. ഇതുവരെ 18 തവണ ഈ അവാർഡ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ, ബഹ്റിൻ, ബെലാറസ്, ബ്രസീൽ, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇറ്റലി, ജപ്പാൻ, പെറു, പോർച്ചുഗൽ, റഷ്യ, സൗത്ത് ആഫ്രിക്ക, തായ്വാൻ, ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങി 18 രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ് വിജയികൾ. നിലവിൽ വിപണിയിൽ മികച്ച ക്യാമറകൾ വാഗ്ദാനം ചെയ്യുന്ന മുൻനിരയിലാണ് ഐഫോണുകൾ. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഐഫോൺ 14ൽ 12 MB ക്യാമറകളായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റു ഫോണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ MB കുറവാണ് എങ്കിലും ക്യാമറ ക്ലാരിറ്റി മറ്റെല്ലാ ഫോണുകളെയും പിന്നിലാക്കുന്നു. പുറത്തിറങ്ങാനിരിക്കുന്ന ഐഫോൺ 15 Pro Maxൽ പെരിസ്കോപ്പ് ശൈലിയിലുള്ള ടെലിഫോട്ടോ ലെൻസ് ഉണ്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.